കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യ വിസ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതി കസ്റ്റഡിയിൽ തുടരേണ്ട കാര്യമില്ല എന്ന വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. MVD ഉദ്യോഗസ്ഥനായിരുന്ന പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന കേരള സർക്കാരിന്റെ വാദം തള്ളിയാണ് കോടതി നിരീക്ഷണം നടത്തിയത്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കേരള സർക്കാരിന്റെ വാദം പൂർണ്ണമായും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കേസിൽ കിരൺകുമാറിന്റെ ജാമ്യം അനുവദിക്കുകയും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശി വിസ്മയ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ കേസിലാണ് ഭർത്താവ് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കിരൺകുമാറിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും അതിനാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നുമായിരുന്നു കിരൺകുമാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി വിധി വരുന്നതുവരെയാണ് കിരണിന് ജാമ്യം ഉള്ളത്. മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിമുഖം നൽകാനോ പാടില്ല തുടങ്ങിയ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് ഇനി പ്രതി കസ്റ്റഡിയിൽ തുടരേണ്ട കാര്യമില്ല എന്ന വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നതും കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നതും. അതേസമയം വളരെ പ്രധാനപ്പെട്ടൊരു വാദമുണ്ടായിരുന്നത് MVD ഉദ്യോഗസ്ഥനായിരുന്നു പ്രതി, അതിനാൽ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ വാദം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തുടർന്നാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.